ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി വർക്കിന് വേണ്ടിയിട്ട്. നമുക്ക് മെയിനായിട്ട് നമുക്ക് പറഞ്ഞത് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, സ്പീഡോമീറ്റർ കേബിൾ മാറണം, കീ സെറ്റ് ടൈറ്റ് ഉണ്ട്, അതേപോലെ മൈലേജ് ഒക്കെ. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശം കേട്ടോ, ഫുള്ള് തീർന്നതാണ്. ഈ സൈഡിലെ ഗ്രൂ മാത്രമേ ഉള്ളൂ, സെൻറ്ററിൽ ഒട്ടും പെടുത്തുമില്ല വണ്ടിക്ക്. അപ്പോൾ അതനുസരിച്ച് നോക്കി ഓടിക്കാം. പറ്റുമെന്നുണ്ടെങ്കിൽ കൈയോടെ അത് മാറ്റിക്കളയാം കേട്ടോ. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ ബാക്ക് വീലിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല ഫിൽറ്ററാണ്, ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ക്ലച്ച് സൈഡ് നമ്മൾ അയച്ചു നോക്കുന്നുണ്ട്, വേറെ ലീക്കേജ് കാര്യങ്ങൾ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ കൂട്ടത്തികളെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനെ കിടക്കുന്നത്, പുതിയ ബെൽറ്റാണ്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ആ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത്, ക്ലച്ച് യൂണിറ്റൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് ഓക്കെയാണ്. അപ്പോൾ നിലവിൽ ക്ലച്ചിൽ വേറെ ഇത് കാര്യമായിട്ടുള്ള മേജറായിട്ട് വർക്കുകളൊന്നുമില്ല, ജസ്റ്റ് ക്ലച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ് ഒന്നുമില്ല, കാർബറേറ്ററൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണേ. നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാർബറേറ്റർ അഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും കാർബറേറ്റർ അഴിക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ കാർബറേറ്റർ അഴിച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക വേണ്ടിയിട്ട് ഓവർഫ്ലോ കംപ്ലയിൻ്റ് ആയിട്ട് കാർബറേറ്റർ മാറ്റേണ്ടി വരാറുണ്ട്. അപ്പോൾ പരമാവധി വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ കാർബറേറ്റർ അഴിക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ ഓടട്ടെ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബ്രേക്കിൻ്റെ ഈ സബ് പാനൽ കംപ്ലയിൻ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മീറ്റർ കേബിൾ നമ്മൾ എങ്ങനെ ഇട്ടാലും അത് കറക്റ്റായിട്ട് നിൽക്കാത്തൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സബ് പാനൽ വരുത്തിയാൽ നമുക്കത് മാറ്റുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. ക്രൗണ് പിനിയൻ സെറ്റ് മാറണം, അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ അസംബ്ലി മാറ്റിയിടണം. അപ്പോഴാണ് ആ മീറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ചെക്ക് ചെയ്തു, അത്യാവശ്യം കോളറൊക്കെ നല്ല രീതിയിൽ പ്ലേ കാണിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ചു നോക്കാം, കോളർ മാറ്റിയിട്ടാൽ കിട്ടുന്നുണ്ട്, ആ രീതിയിൽ ഉപയോഗിക്കാം. ഗ്രീൻ ബുഷൊന്നും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ കുഴപ്പമില്ല. റിമ്മിൻ്റെ ഈ സൈഡൊക്കെ ചെറിയ തുരുമ്പുണ്ട്, നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, കണ്ടപ്പോൾ ഞാനൊന്ന് ശ്രദ്ധപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട്, ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2024 മോഡൽ ബാറ്ററി ഉണ്ടോ. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.87 ഇഞ്ചൊക്കെ വരുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9 വോൾട്ടിലേക്ക് വരും. അപ്പോൾ തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല, ഒരല്പം വോൾട്ട് കുറവുണ്ടെന്നുള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അത് ലോഡ് എടുക്കുന്ന സമയത്ത് ഒരു ആംബിയർ ഒരല്പം വ്യത്യാസം കാണിക്കുന്നുണ്ട്, അതല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ നമുക്ക് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലും മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ച് കൂടി കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂട്ടത്തികളെ ശരിക്കും പ്ലഗും കൂടി അയക്കണം. പ്ലഗ് ഓവർ ടൈറ്റായിട്ടിരിക്കുക, കാരണം ഞാൻ നല്ല ഹീറ്റിംഗ് വേണ്ട ഭാഗം എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റൽ എക്സ്പാൻഡ് ആവുന്നതിനനുസരിച്ചിട്ട് ടൈറ്റ് വന്നേക്കണതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ബലം പിടിച്ചത് അഴിക്കാതെ നിന്നാൽ ചിലപ്പോൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കണം ഐറ്റം, അതാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞത് കേട്ടോ. അത് നമ്മൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഞ്ചിൻ്റെ ഭാഗം അഴിച്ച് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ട് വെൽഡ് ചെയ്തൊക്കെ നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും. പരമാവധി അങ്ങനെ ആ രീതിയിൽ ഓടട്ടെ. എന്തെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളത് അഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒടിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും, അപ്പോൾ പിന്നെ വേറെ അഴിക്കാതെ മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒടിയാണെങ്കിൽ പോലും അഴിച്ച് വെൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേ കൂടി ഓടിയിട്ട് ചെയ്താൽ മതി കേട്ടോ. നിലവിൽ അങ്ങനെ പ്രോബ്ലം ഉണ്ട്, പ്ലഗ് ഫുൾ ടൈറ്റായിട്ടാണ് നിൽക്കണേ. സാധാരണ രീതിയിൽ നമ്മൾ അഴിച്ച് ചെയ്യണതായിട്ട് നമ്മൾ ചെയ്യുള്ളൂ. പക്ഷേ ഈ മെറ്റൽ ഹീറ്റിംഗ് വന്ന ഭാഗമാകുമ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ വന്നതിൻ്റെ അനുസരിച്ചിട്ട് ചില കേസിൽ ത്രെഡ് ഓവർ ടൈറ്റ് വന്ന് പോകണമെന്നാണ് കേട്ടോ. ഒരുപാട് ബലം പിടിച്ച് അഴിക്കാൻ നിൽക്കണ്ട, എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ടയറിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറ കേട്ടോ. കാരണം ടയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ടയർ റൊട്ടേഷൻ വേണമെങ്കിൽ ചെയ്തിടാം. അപ്പോൾ ഇപ്പോൾ കൂട്ടത്തിക്കടെ മാറ്റുന്നുണ്ടെങ്കിൽ ടയർ റൊട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റും, അത് കുറച്ചുകൂടി വണ്ടിക്ക് ഗുണമാണ്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ.